മഴ. ഓലച്ചേറുകൾക്കിടയിലൂടെ മാണിക്യം വായിൽ തിരികെ നാഗം കണക്കെ നീ ഊർന്നിറങ്ങി വരുമ്പോൾ കുട്ടിക്കാലം ഒരു കെട്ടുകഥയിലെ ചിത്രം പോലെ ഉണരുന്നു. പുസ്തകങ്ങളെ ഉടുപ്പിനകത്താക്കി ഒളിപ്പിച്ച് നിന്റെ ജലസാന്നിധ്യത്തിൽ നിന്ന് അവയെ കാത്തൊരു കാലം, ഒരു ഭയം പോലെ, ഒരു കുളിരു പോലെ നിന്നെ സ്വീകരിക്കാൻ അമ്മയുടെ നെഞ്ചിൽ അഗ്നിതയ്യത്തിന്റെ പ്രാചീന താളം മുറുകുമ്പോൾ ഓട്ടുപാത്രങ്ങൾ ഒരു പ്രാചീന കല പോലെ നിരന്നു മൂലയിൽ ഒതുങ്ങി നിന്റെ നനവും കുളിരും ഏറ്റുവാങ്ങി ദൈവത്തെ വിളിക്കുന്ന മുത്തശ്ശി ഏതോ അദൃശ്യ ശക്തി അനുഗ്രഹിച്ചതുപോലെ. കാലിത്തീറ്റ ചാക്കിലെ പ്ലാസ്റ്റിക് കവറുകൾ 4 വക്കുകളിലായി കെട്ടി വീട്ടിനുള്ളിൽ ഞങ്ങൾ മറ്റൊരു വീട് നിർമ്മിച്ചു. ഒരു താൽക്കാലിക സ്വപ്നം. അതിനു കീഴിൽ 3 സഹോദരിമാർ ഒരു ചിത്രത്തിൽ എന്ന പോലെ വിളക്കണയാതിരിക്കാൻ മുറം കുടയായി പിടിച്ച് ജ്യേഷ്ഠൻ ഒരു കാവൽ ദേവനെ പോലെ. പുറത്ത് തൊഴുത്തിൽ കാലികൾ ചേറിൽ ചവിട്ടിത്തൊഴിക്കുന്ന ശബ്ദം ചരിത്രത്തിലെ പാദമുദ്രകൾ പോലെ. കോഴികൾ ചിറകിട്ടടിക്കുന്ന ശബ്ദം ഒരു പ്രാചീന ഗാനം പോലെ. കെട്ടിയിട്ടിരുന്ന നായുടെ നീട്ടിയുള്ള മൂളലിൽ ഒരു ജീവിതാവസ്ഥയുടെ നിശബ്ദമായ അപേക്ഷ പോലെ. തിണ്ണയിൽ അച്ഛൻ ഇമവെട്ടാത്ത കണ്ണുകളാൽ ഒരു ഇരുണ്ട ആകാശം നിർമ്മിച്ച് ഇരിക്കാതെ ഇരുന്നു. ആ കണ്ണുകളിൽ ഞാൻ കണ്ടു പിന്നീട് പെയ്യാനിരിക്കുന്ന കനത്ത മഴയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നത്. ആ നിശ്വാസത്തിൽ ഉടൻ തന്നെ വീശാനിരിക്കുന്ന കാറ്റിന്റെ ശക്തി ഞാൻ കേട്ടു. ഒരു കൊടുങ്കാറ്റിന്റെ ഭാവാത്മകമായ അലർച്ച പോലെ. ആ കണ്ണുകൾ ഓലവാരികളിലൂടെയും കഴുക്കോലുകളിലൂടെയും ഓടി നടന്നു. കടൽക്കാറ്റിൽ അകപ്പെട്ടുപോയ കപ്പലിനെ കരക്കടുപ്പിക്കാൻ പാടുപെടുന്നൊരു കപ്പിത്താനെ പോലെയായിരുന്നു അച്ഛൻ. ഒരു പ്രതിസന്ധിയുടെ കപ്പിത്താൻ. കാതുകൾ മുയലിന്റെ ചെവികൾ പോലെ 4 വശത്തേക്കും കറങ്ങിക്കൊണ്ടിരുന്നു. ഒരു അദൃശ്യ ശബ്ദം കേൾക്കാൻ ശ്രമിക്കുന്നത് പോലെ. ഇന്ന് അച്ഛൻ പണിത വീട്ടിന്റെ ചുമലിൽ ചാരി നിന്നുകൊണ്ട് പുറത്തെ മഴ നൃത്തം കാണുമ്പോൾ ചുമലിലൂടെ അച്ഛന്റെ മണം. ഇന്ന് അച്ഛൻ പണിത വീട്ടിന്റെ ചുമരിൽ ചാരി നിന്നുകൊണ്ട് പുറത്തെ മഴ നൃത്തം കാണുമ്പോൾ ചുമലിലൂടെ അച്ഛന്റെ മണം, അച്ഛന്റെ മണം. ഹരിചന്ദ്ര ബാബു, കാട്ടാക്കട.